ഈ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്നുള്ള നാടകത്തിനാണല്ലോ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്. സംസ്ഥാന അവാർഡ്. അത് കാട്ടുകുതിരയ്ക്ക് മുമ്പല്ലേ? അല്ല, കാട്ടുകുതിരയ്ക്ക് ശേഷം. കാട്ടുകുതിരയ്ക്ക് ശേഷമാണ്. ഈ കാട്ടുകുതിര എല്ലാവരും പറയുന്ന ഒരു സിനിമ പോപ്പുലർ ആകുന്ന പോലെ കേരളത്തില് ജനകീയമായ ഒരു നാടകമാണെങ്കിലും അതിനല്ലാന്ന് തോന്നുന്നു. കാട്ടുകുതിരക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ല. മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ആ വർഷം MS തൃപ്പൂണിത്തറക്ക് വേറൊരു നാടകത്തിലാണ് ബെസ്റ്റ് ആക്ടർ ആയിട്ട് കൊടുത്തത് അവാർഡ് കിട്ടുന്നത്. അപ്പൊ അത് രാജേട്ടന് അന്നേരം ഭയങ്കര വിഷമമായിരുന്നെങ്കിലും പിന്നീട് മുല്ലപ്പൂക്കൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നീട് കിട്ടിയത് എന്റെ നാടകം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയിൽ രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡും കിട്ടി. അങ്ങനെ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അന്നും ഈ കാട്ടുകുതിരക സിനിമയായപ്പോ രാജന് വേഷം രാജനല്ല ആ വേഷം ചെയ്തേന്നുള്ളതും വലിയ സങ്കടമായിരുന്നു എന്നുള്ളത്. അയ്യോ, ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു വേഷത്തിലേക്കെങ്കിലും വിളിക്കുമോ എന്നുള്ള ഒരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതായത് കൊച്ചുവാവ കിട്ടിയില്ലെങ്കിലും കൊച്ചുവാവയുടെ അച്ഛന്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, കൊച്ചുരാമൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേഷത്തിലേക്ക് എന്നുള്ള രീതിയിൽ SL പുരത്തിനൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പുള്ളിനെ എന്തോ വിളിച്ചില്ല. പക്ഷെ ആ ഒരു എന്തോയേ ഉള്ളൂ. ഇല്ല, കാരണം അതൊരു വിധിയാണ്. അത് ട്രൂപ്പിന്ന് മാറിയല്ലോ. രാജേട്ടൻ സൂര്യസ്വാമിന്ന് മാറി ഹരിശ്രീയിൽ പോയി. അപ്പൊ വേറൊരു ആർട്ടിസ്റ്റായി മാറിയല്ല, സൂര്യസ്വാമിയുടെ ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളൊരു പരിഗണന കൊടുക്കാതെ പുള്ളിനെ ഒഴിവാക്കിയിട്ട് അന്ന് പിന്നെ രാജേട്ടൻ സിനിമയിൽ സ്റ്റാർ ആയിട്ടില്ല. അപ്പൊ ഒരു പുതുമുഖത്തിന് വെച്ചിട്ട് കൊച്ചുവാവ ചെയ്യണ്ട എന്ന് വിചാരിച്ചു കാണും. പിന്നെ ഒരു പക്ഷേ തിരിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കണം. അങ്ങനെ വരുന്ന ചില സാധനങ്ങള് നമ്മളിപ്പോൾ സിനിമയിൽ ചെയ്താലും അത് നാടകത്തിൽ ചെയ്യുന്നത് ഇത്ര നാളെ ചെയ്തത് അതുപോലെ സിനിമയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിന് ഒരു കാരണം കിട്ടിപ്പോവും. അതെ അതെ, ആളുകൾക്ക്. ഇപ്പൊ അതിനേക്കാൾ ഉപരി അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കല് ഒരു പ്രധാനപ്പെട്ട നടനെയൊക്കെ നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സിനിമയുടെ വ്യാവസായികമായ കാര്യം. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇപ്പൊ വാനപ്രസ്ഥം പോലൊരു പടത്തില് ഒരു എസ്റ്റാബ്ലിഷ്ഡ് കഥകളി നടൻ ലാലേട്ടനോടൊപ്പം കഥകളി കളിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അത്ഭുതമായിട്ട് ആരും പറയില്ലല്ലോ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി വേറൊരു ആർട്ടിസ്റ്റ് സ്ക്രീനിൽ ചെയ്തു എന്നേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു പോകാമായിരുന്നു. അതുകൊണ്ടായിരിക്കും വേറൊരു സിനിമ വരുന്നതും വേറൊരു വേഷം വരുന്നതും ചെയ്തു പോകുന്നതും. ഇതിന്റെ ഷൂട്ടിംഗ് നിങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ മെയിൻ ലൊക്കേഷൻ. കൊച്ചുവാവയുടെ തറവാടായിട്ട് കാണിക്കും കാട്ടുകുതിര. അതെ. അപ്പോൾ അതിലെ പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഈ യൂണിറ്റ് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ജാഥയായിട്ടാണല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം എൻ്റെ മൂത്ത പെങ്ങളുണ്ട്. അപ്പോൾ ആളെ എടുത്ത് ഇങ്ങനെ എളിയിലിങ്ങനെ വെച്ചിട്ട് ഡാഡിച്ച് ഇങ്ങനെ ഈ വണ്ടി പോണത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. ഡാഡിച്ച് ഇങ്ങനെ പറയും, മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു എന്നുള്ളത്. കാര്യം ഇത് ദൂരെ എവിടെയോ ആണെങ്കിൽ പോലും അത്രയും വിഷയമില്ല. അപ്പോൾ പറയുന്ന ഇതിൽ ഈ പോകുന്നൊരു വണ്ടിയിൽ എന്നെ കയറ്റിക്കൊണ്ടുപോയി ഞാൻ ചെയ്യേണ്ട ഒരു വേഷമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി വിഷമിച്ച് നിൽക്കുമായിരുന്നു ഈ വണ്ടി പോണ കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ ആദ്യ വർഷമാണ്. അപ്പോൾ എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖം മുഴുവനും പങ്കുവെച്ചേക്കണ കൂടുതൽ എൻ്റെ അടുത്താണ്. അപ്പം ഞാനത് ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജേട്ടൻ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ചെയ്ത പോലെ തന്നെ സിനിമയിലും ചെയ്തു എന്നുള്ള നാടകം ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. കണ്ടാണ്. രാജേട്ടൻ ചെയ്യാതിരിക്കുമ്പോഴാണ് രാജേട്ടനെ കുറിച്ച് വീണ്ടും ഡിസ്കഷൻ വന്നത്. പിന്നെ നമ്മൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ രാജേട്ടന് വേറെ പടങ്ങൾ വരും, ഞാൻ എഴുതുന്ന പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ വരും, വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ്. അന്ന് സിനിമ എഴുതുമെന്ന് പോലും എന്റെ സ്വപ്നത്തിലില്ല. എന്നാലും ഞാൻ പറഞ്ഞു ഞാനൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റിലൊക്കെ രാജേട്ടൻ അഭിനയിക്കും. ഈ തമ്പിനാട് എന്ന് പറയുന്ന പടത്തിലെ ജനാർദ്ദൻ ചേട്ടൻ ചെയ്ത വേഷം ശരിക്കും രാജേട്ടന് വേണ്ടി ആലോചിച്ചിട്ടുള്ളതാണ്. അതെ, അതെന്താന്നാ, രാജേട്ടൻ അസുഖബാധിതനായിട്ട് വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നു. അപ്പൊ ഈ അസുഖമുള്ള കാര്യം പുള്ളി പുറത്ത് പറയില്ല, ആര് വിളിച്ചാലും പറയില്ല. കാരണം ഈ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാതിരിക്കുമോ എന്ന് ഭയന്നിട്ട് പറയില്ല. അപ്പൊ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞ് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചട്ടമ്പിനാട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിലെന്താടാ എനിക്ക് റോളില്ലേന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു രാജേട്ടൻ റെസ്റ്റ് ചെയ്യും, പിന്നെ പൊള്ളാച്ചിയിലും അവിടെയൊക്കെ ഷൂട്ടിങ്, അതിലൊക്കെ ഇനി റെസ്റ്റ് ചെയ്യാതെ ആരോഗ്യം നോക്ക്. എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, അത് വീട്ടിലിരുന്നാൽ കൂടുതൽ രോഗിയായിട്ട് മാറും, പടം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആവുള്ളൂ, നീ അതിൻ്റെ അകത്ത് ക്യാരക്ടർ എഴുതി വെച്ചോ, ഞാൻ വന്ന് ചെയ്തോളാന്ന് പറയും. അപ്പൊ ഈ വയ്യാണ്ടിരിക്കണത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് കസേരയിലിരിക്കുന്ന ഒരു പഴയകാല റൗഡി. അയാൾ ആ കസേരയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന ശിഷ്യന്മാർ, ആ പഴയ പ്രതാപമൊക്കെ പറയുന്ന ആ കഥാപാത്രം ഉണ്ടാക്കിയത് രാജേട്ടന് വയ്യാത്തതുകൊണ്ട് രാജേട്ടനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. പക്ഷെ ആ പടം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിട്ടുപോയി. ഈ ഇങ്ങനെ ഒരു സിനിമാ സംഭാഷണത്തില് ഈ കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാരണം സിനിമ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി വിളിച്ച് സിനിമയെ കൊണ്ടുവരികയും ഇത്രയും കാലങ്ങൾ നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹം ഇല്ലാത്തൊരു സിനിമാ ചർച്ചയിൽ ഒരിക്കൽ
ചാക്കോച്ചനെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു സിനിമാക്കാരൻ പറഞ്ഞു അത് ഒരു പ്രകൃതിയുടെ ആവശ്യമാണ്. ഇയാളുടെ അച്ഛനും മുത്തച്ഛനും സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അത്രയും സിനിമയിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയത് മുഴുവൻ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഒരാൾ സിനിമയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ആവശ്യം പോലെയാണ് നിൽക്കുന്നതെന്ന്. മറ്റൊരിക്കൽ മുകേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് NN പിള്ള എന്ന് പറയുന്ന മഹാനടൻ. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയത്, ആ പടത്തിൽ അദ്ദേഹം പോപ്പുലറായിട്ട് അതിലൂടെ ബാക്കിലോട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും എല്ലാ കാലത്തും ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ 35 പടങ്ങൾ ഇപ്പോൾ തമിഴിൽ ഉൾപ്പെടെ സിനിമകൾ ജുബില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുബില് സിനിമകളിലുണ്ടാകുക, സിനിമയിലെ വലിയൊരു ഭാഗമായി മാറുക, ഇത്രയധികം സിനിമ ചെയ്യുക, ഒരുപാട് ഭാഷകളിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് സിനിമയുടെയും കൂടെ ഒരു ബാലൻസിങ് ആണ്. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ രാജേട്ടൻ അങ്ങനെ കൊടുത്തത്രയും തിരിച്ചെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നാടകത്തിന് നിങ്ങളിപ്പോൾ ചെയ്തു എന്നൊക്കെ പറയുന്നവരുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ. ഒരാളും കൂടെ ഉള്ളത് അഭിനയത്തിലൊക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അതെ, ഉണ്ട്. അവനും സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു അത്തരത്തിലുള്ളൊരു ബാലൻസിങ്ങിന്റെ ഭാഗമാണ്. ജുബിലിനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് മികച്ച വേഷങ്ങൾ, ഈ പറഞ്ഞ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. വില്ലൻ എന്നുള്ളതിനപ്പുറം നർമ്മമാണെങ്കിലും ക്യാരക്ടർ റോളുകളാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാനും കഴിഞ്ഞു. ആ വഴികളിലൂടെ എല്ലാം വളരെ സക്സസ്ഫുള്ളായ ഒരു വലിയ അഭിനയ യാത്ര ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒപ്പം ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലെത്തിയ നമ്മുടെ അതിഥികളെല്ലാം ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഷാഫി സാർ, അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളിലെ രാജൻ പി ദേവ് ചെയ്ത മികച്ച കഥാപാത്രങ്ങളും മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളെയും വ്യക്തം എന്ന വ്യക്തിയുമെല്ലാം ഇവിടെ ഓർത്തു. നാടക പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വന്ന പൊന്നമ്മ ചേച്ചി ആദ്യ സിനിമയിലെ ആദ്യ വേഷം അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു സന്തത സഹചാരിയായി ഒപ്പം നിന്ന് വളരെ തുടക്കം മുതൽ നാടകം, സിനിമ തുടങ്ങിയ എല്ലാ മേഖലയിലും സഹയാത്രികനായി ഒപ്പമുണ്ടായിരുന്ന ബെന്നിച്ചേട്ടൻ ഇപ്പം നമ്മളോടൊപ്പം ഒരുപാട് ഓർമ്മകൾ പങ്കുവച്ചു. ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ അനുസ്മരിക്കപ്പെട്ടു. ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ആൽബം സൈനി. വളരെ പ്രിയപ്പെട്ട രാജൻ പി ദേവ് സാറിൻ്റെ മകൻ ജുബിൽ രാജൻ പി ദേവിന് അമൃത TV നൽകുന്ന ഒരു ഉപഹാരം ബെന്നി പി നായരമ്പലം സമ്മാനിക്കുന്നു. അരങ്ങിലും അബ്രപാളിയിലും അഭിനയ മികവിനുള്ള അപരനാഭമായി മാറിയ രാജൻ പി ദേവ് സാറിനെ കുറിച്ചുള്ള ഓർമ്മയിലെന്നും എന്ന പരമ്പരയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ലക്കത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട മറ്റൊരു അതുല്യ പ്രതിഭ.